ഹായ് ഓൾ, ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഒരു സ്ട്രിങ്ങിനെ പാലിൻഡ്രം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു അൽഗോരിതവും അതിൻ്റെ സി ഇംപ്ലിമെൻറ്റേഷനുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമേ ഈ അൽഗോരിതത്തിലോട്ട് കിടക്കാം. അൽഗോരിതത്തിൽ നമ്മൾ ആദ്യത്തെ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ആദ്യത്തെ സ്റ്റെപ്പ് 9 വരെ ഒരു സ്ട്രിങ്ങിനെ റീഡ് ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ്. ആ സ്ട്രിങ്ങിൽ റീഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ ക്ലിയറായിട്ട് പ്രീവിയസ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഐ എം നോട്ട് ഗോയിങ് ടു റിപ്പീറ്റ് ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഓക്കെ, സ്റ്റെപ്പ് 10 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അൽഗോരിതത്തിൽ ഒരു സ്ട്രിങ്ങിനെ ഒരു ക്യാരക്ടർ ബൈ ക്യാരക്ടറായിട്ട് റീഡ് ചെയ്ത് അതിനകത്തൊരു നൾ ക്യാരക്ടർ അപ്പൻഡ് ചെയ്ത് ഒരു സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ചെയ്യുന്ന പാർട്ടാണ് സ്റ്റെപ്പ് 1 to 10 ഓഫ് ദിസ് അൽഗോരിതം. ഇനി സ്റ്റെപ്പ് 11 എന്ന് പറഞ്ഞ മുതൽ ബാക്കിയുള്ള കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബിഫോർ ഗോയിങ് ഇൻ ടു ദിസ് കീ പാർട്ട് ഓഫ് ദ അൽഗോരിതം, ലെറ്റ് മീ അണ്ടർസ്റ്റുഡ് വാട്ട് യു മീൻ ബൈ എ പാലിൻഡ്രം. പാലിൻഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രിങ്ങിനെ തിരിച്ചിട്ട് കഴിഞ്ഞാലും നേരെ ആയാലും ഒരേ സ്ട്രിങ് തന്നെ കിട്ടുന്നതിനെയാണ് പാലിൻഡ്രം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ലെറ്റ് us ടേക്ക് ദ കേസ് ഓഫ് ഒരു നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പാലിൻഡ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് മലയാളം എന്ന് പറഞ്ഞ ആ പെർട്ടിക്കുലർ സ്ട്രിങ് നമ്മൾ തിരിച്ചിട്ടാലും യു വിൽ ഗെറ്റ് ദി സെയിം തിങ്. സിമിലർലി മാഡം എന്ന് പറഞ്ഞൊരു സ്ട്രിങ് നമ്മൾ കൊടുക്കുകയാണ്. ഇതൊരു വാലിഡ് സ്ട്രിങ് ആണ്. അത് നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാലും യു വിൽ ഗെറ്റ് ദ സെയിം സ്ട്രിങ് ഇറ്റ് സെൽഫ്. ഓക്കെ, അപ്പോൾ ഇതൊരു മാഡം എന്ന് പറഞ്ഞ സ്ട്രിങ് ഒരു പാലിൻഡ്രമാണ്. നമ്മൾ ആ സ്ട്രിങ്ങിനെ തിരിച്ചിട്ട് കഴിഞ്ഞാലും ഒറിജിനലും ഒരേപോലെ ഇരിക്കുന്ന കേസാണ് അതിന് പാലിൻഡ്രം ആണെന്ന് പറയുന്നത്. ഇത് രണ്ട് രീതിയിൽ സോൾവ് ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞു ഒരു സ്ട്രിങ്ങിനെ എങ്ങനെ റിവേഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു ഒറിജിനൽ സ്ട്രിങ് റീഡ് ചെയ്തിട്ട് അതിനെ റിവേഴ്സ് ചെയ്യുന്നു. റിവേഴ്സ് ചെയ്ത സ്ട്രിങ്ങും ഒറിജിനൽ സ്ട്രിങ്ങും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. നമുക്ക് കമ്പയർ ചെയ്യാൻ ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കാം? യു ക്യാൻ യൂസ് strcmp ഫംഗ്ഷൻ ടു കമ്പയർ ദോസ് ടു സ്ട്രിങ്സ്. അങ്ങനെ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ അത് റിട്ടേൺ ചെയ്യുന്നത് 0 ആണെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ദ സ്ട്രിങ് ഈസ് പാലിൻഡ്രം, അല്ലെങ്കിൽ ദ സ്ട്രിങ് ഈസ് നോട്ട് പാലിൻഡ്രം. ദാറ്റ് ഈസ് വൺ വേ ഓഫ് ഡൂയിങ് ദിസ്. അതല്ല, ഞാൻ ഈ അൽഗോരിതത്തിൽ ദ അതർ വേ, അതിൻ്റെ ലോജിക് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യുന്നത്, അതായത് റിവേഴ്സിങ് എന്ന് പറഞ്ഞ ആ പ്രോസസ്സ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ റിവേഴ്സിങ് അൽഗോരിതം അറിയാമെങ്കിൽ യു ക്യാൻ ഈസിലി പെർഫോം ആ റിവേഴ്സിങ് പ്രോസസ്സ് കഴിഞ്ഞ് ഒറിജിനൽ സ്ട്രിങ്ങും റിവേഴ്സ്ഡ് സ്ട്രിങ്ങും പ്രിൻ്റ് ചെയ്യുന്ന പ്രക്രിയയ്ക്ക് മുന്നേ യു ജസ്റ്റ് ഗിവ് a string comparison, original string and reverse string. If the result of this is equal to 0, then we can say that the string is palindrome, otherwise the string is not palindrome. That is one method. ഇനി അടുത്ത മെത്തേഡ് എന്താണെന്നുള്ളത് ആണ്. വൺ മോർ മെത്തേഡ് ഞാൻ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ലെറ്റ് us take the case of string step 11 of this algorithm. step 11-നകത്ത് str length is equal to I എന്ന് കൊടുക്കുന്നു. ഐയുടെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? str I is equal to null എന്ന് കൊടുത്തു കഴിയുമ്പോൾ, സപ്പോസ് ദിസ് ഈസ് ദ സ്ട്രിങ്, ഇങ്ങനെയാണെങ്കിൽ സ്റ്റെപ്പ് 11-ലെ ഐയുടെ വാല്യൂ 9 ആയിരിക്കും അല്ലേ? സ്റ്റെപ്പ് ഐയുടെ വാല്യൂ 9 ആയിരിക്കും. യു ക്യാൻ സി str length is equal to I. അപ്പോൾ ഞാൻ അതിൻ്റെ ഇത് എഴുതാം. യു ക്യാൻ റൈറ്റ് str ലെങ്തിൻ്റെ വാല്യൂ ഈ സ്റ്റെപ്പിലെത്തുമ്പോൾ I എവിടെയായിരിക്കും? ഒരു മലയാളം എന്ന് പറഞ്ഞ സ്ട്രിങ് ആണ് നമ്മൾ എഴുതുന്നതെങ്കിൽ I will point to 9. I 9-ലാണ്. str of I is equal to null കൊടുക്കുമ്പോൾ I 9-ലായിരിക്കും നിൽക്കുന്നത്. സോ str length will get a value 9 for a string മലയാളം. ഇനി j is equal to str length minus 1. j എന്ന് പറഞ്ഞ വാല്യൂ str length minus 1 എന്ന് പറയുന്നത് jയുടെ വാല്യൂ 8 ആണ്. ഓക്കെ, set I is equal to 0. ഐയുടെ വാല്യൂ again set to 0. I reset to 0. This is the case. ഓക്കെ, ഇനി ഈസ് പാലിൻഡ്രം എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഐ എം സെറ്റിംഗ് ടു 0 1 ഇനിഷ്യലി. അത്
ഈസ് പാലിൻഡ്രം 1 ആണെങ്കിൽ, ഇത് ഈ അൽഗോരിതം എക്സിക്യൂട്ട് ചെയ്ത് ഈസ് പാലിൻഡ്രത്തിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ദ സ്ട്രിങ് ഈസ് പാലിൻഡ്രം. 0 ആണെങ്കിൽ ദ സ്ട്രിങ് ഈസ് നോട്ട് പാലിൻഡ്രം. ആദ്യമേ ഇത് 1 ആയിട്ട് സെറ്റ് ചെയ്തു. ഇനി സ്റ്റെപ്പ് 15 ആണ്. ജെ ഗ്രേറ്റർ ദാൻ STR ലെങ്ത് ബൈ 2. 9/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇത് നമ്മൾ 9 ഇൻറ്റീജർ ആണ്. ഇൻറ്റീജർ ബൈ ഇൻറ്റീജർ എന്ന് വെച്ചാൽ റിസൾട്ട് ഇൻറ്റീജർ ആയിരിക്കും. 4.5നെ റൗണ്ടഡ് ടു ദ നിയറസ്റ്റ് ഇൻറ്റീജർ ഇറ്റ് ഈസ് ടു 4. 9/2യുടെ വാല്യൂ 4 ആയിരിക്കും. സോ ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞ കണ്ടീഷനാണ് അതിനകത്ത് വർക്ക് ചെയ്യുന്നത്. സോ യു ക്യാൻ സീ ദാറ്റ് j greater than or equal to string length by 2, that is the terminating condition. അപ്പോൾ എന്ത് സംഭവിച്ചു? STR ലെങ്ത് എന്ന് പറഞ്ഞാൽ 9 ആണ്. 9/2 എന്ന് പറഞ്ഞാൽ we will get a value 4. ഇനി let us go back to the algorithm and to see. ഇനി നമ്മൾ STR of iയും STR of jയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. I ഏതിനെയാണ് പോയിന്റ് ചെയ്യുന്നത്? I 0 ആണ്. ജെ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ക്യാരക്ടർ, നള്ളിന് തൊട്ട് മുമ്പുള്ള ലാസ്റ്റ് ക്യാരക്ടറിൻ്റെ ഇൻഡെക്സ് ആണ് ജെ ഇനിഷ്യലി. അപ്പോൾ ലാസ്റ്റ് ജെ 8 ആണ്. അപ്പോൾ യു ക്യാൻ സീ ദാറ്റ് ജെയുടെ വാല്യൂ 8 ആണ്, ഐയുടെ വാല്യൂ 0 ആണ്. കമ്പയർ ചെയ്യുന്നത് എന്താണ്? യു ക്യാൻ സീ STR of I നോട്ട് ഈക്വൽ ടു STR of J. ആ കണ്ടീഷനാണ് വർക്ക് ചെയ്യുന്നത്. STR of I എന്ന് പറഞ്ഞാൽ എന്താണ്? എം. STR of J എന്ന് പറഞ്ഞാൽ എന്താണ്? എം. നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞ കണ്ടീഷൻ ഫാൾസ് ആണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഫാൾസ് ആണെങ്കിൽ ഇതിൻ്റെ it skips step 17 and 18 and come to step 20. I is equal to I plus 1, J is equal to J minus 1. I is equal to I plus 1 കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഐയുടെ വാല്യൂ 1 ആയി മാറും. സോ ദിസ് വിൽ ബിക്കംസ് I will become 1. I will become 1 and J will be decremented by 1. J will become 7. J 7 ആയി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു? 7ഉം I 1 ആയി. സോ യു ക്യാൻ സീ ദാറ്റ് I will becomes 1 and J will become 7. ഇനി STR of Iയും Jയും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. രണ്ടും സെയിം ആണ്. STR of I നോട്ട് ഈക്വൽ ടു STR of J എന്ന് പറഞ്ഞ കണ്ടീഷൻ ഫാൾസ് ആണ്. ഫാൾസ് ആയതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇറ്റ് കംസ് ടു സ്റ്റെപ്പ് നമ്പർ 20. I is equal to I plus 1, J is equal to J minus 1. I is equal to I plus 1 എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ 2 ആയി. J is equal to J minus 1. Jയുടെ വാല്യൂ 6 ആയി. ഐയുടെ വാല്യൂ 1 ആയി, ഐയുടെ വാല്യൂ 2 ആയി, ജെയുടെ വാല്യൂ 6 ആയി. സോ യു ക്യാൻ സീ STR ഐയുടെ വാല്യൂ 2 ആയി. സോ യു ക്യാൻ സീ ദറ്റ് 0, 1 ആൻഡ് ഐയുടെ വാല്യൂ 2 ആയി, ജെയുടെ വാല്യൂ 6 ആയി. ദിസ് കണ്ടീഷൻ this will work. L and L രണ്ടും സെയിം ആണ്. STR of I not equal to STR of J is false. It comes to you can see it comes to step number 20. I is equal to I plus 1 and J is equal to J minus 1. അപ്പോൾ I is equal to I plus 1 എന്ന് പറയുമ്പോൾ ഐയുടെ വാല്യൂ എന്തായി? I now becomes 3. J will be coming to 6. 6 in 5 ആയി മാറും. ദിസ് പ്രോസസ് ഏതുവരെ റിപ്പീറ്റ് ചെയ്യും? അത് റിപ്പീറ്റ് ചെയ്യുന്നത് ഏത് കണ്ടീഷനാണ്? STR ലെങ്ത് ബൈ 2. J ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു STR ലെങ്ത് ബൈ 2. STR ലെങ്ത് ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 4. അപ്പോൾ യു ക്യാൻ സി ജെയുടെ ഇപ്പോഴത്തെ വാല്യൂ എന്താണ്? ജെയുടെ വാല്യൂ 5 ആണ്. J ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 വരെ അത് വർക്ക് ചെയ്യും. ഈ കണ്ടീഷൻ ട്രൂ ആവും. ഓക്കെ, ഇനി STR of I നോട്ട് ഈക്വൽ ടു STR അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു? I is again incremented. I is equal to 4 and J is equal to J minus 1. J is again equal to I is equal to 4 and J is equal to 5.
I is equal to 3, j is equal to 5, I is equal to 4 and j is equal to 4. That is y itself is checked. അത് കഴിഞ്ഞ് അടുത്ത കണ്ടീഷൻ എന്താണ്? I is equal to 5 j is equal to 3. അപ്പോൾ എന്ത് സംഭവിക്കും? It comes to the terminating condition of this loop structure, that is j greater than or equal to str length by 2. That is j യുടെ വാല്യൂ ഇപ്പോൾ 3 ആണ്. 3 greater than or equal to 4 is false, and the control comes outside the body of this loop. Loop will carry up to step number 21. 21 in its ശേഷം if is palindrome is equal to 1, is palindromത്തിന്റെ വാല്യൂ ആദ്യമേ 1 ആയിട്ട് സെറ്റ് ചെയ്തു, the given string is palindrome എന്നുള്ളത് പ്രിന്റ് ചെയ്തു. ഇനി അല്ലാത്തൊരു കേസ് എടുക്കാം, എങ്ങനെ അത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. സോ ലെറ്റ് us take the case of another string. ഹലോയിൽ ആദ്യമേ str ലെങ്ത് എന്ന് പറഞ്ഞാൽ ആദ്യമേ 5 ആണ്. ജെയുടെ വാല്യൂ എന്താണ്? str ലെങ്ത് -1, j will be 4, I will be 0 initially. j greater than or equal to str length by 2 എന്ന് പറയുമ്പോൾ 5 by 2 എന്ന് പറഞ്ഞാൽ 5 by 2 എന്ന് പറഞ്ഞാൽ 2 ആവും. the value is j greater than or equal to 2 is the terminating condition. ഇനി എന്ത് ചെയ്യുന്നു? str of I എന്ന് പറഞ്ഞാൽ 0 ആണ്, j എന്ന് പറഞ്ഞാൽ 4 ആണ്. str of I not equal to str of j, രണ്ട് കണ്ടീഷനും ഫാൾസ് ആണ്. ഫാൾസ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? ദിസ് കണ്ടീഷൻ ഈസ് ട്രൂ. ട്രൂ ആകുമ്പോൾ എന്താണ്? ഈസ് പാലിൻഡ്രം 0 ആയി. ഗോ ടു സ്റ്റെപ്പ് നമ്പർ 23. അപ്പോൾ ഈസ് പാലിൻഡ്രം ഇസ് ഈക്വൽ ടു 1 എന്നുള്ള കണ്ടീഷൻ ഫാൾസ് ആണ്. ഇറ്റ് കംസ് ടു സ്റ്റെപ്പ് നമ്പർ 26 ആൻഡ് ദ ഗിവൺ സ്ട്രിങ് ഈസ് നോട്ട് പാലിൻഡ്രം എന്നുള്ളത് പ്രിന്റ് ചെയ്യും. സോ ദിസ് ഈസ് ദ വേ ഇൻ വിച്ച് ദിസ് അൽഗോരിതം പാലിൻഡ്രം ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പാലിൻഡ്രം ചെക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സ്ട്രിങ്ങിൻ്റെ ഫസ്റ്റും ലാസ്റ്റും സെക്കൻഡും ലാസ്റ്റ് ബട്ട് വൺത്തും അങ്ങനെ കമ്പയർ ചെയ്യുന്നു. ആ കമ്പാരിസൺ എവിടം വരെ തുടരുന്നു? നമ്മളുടെ ഈ ജെയുടെ വാല്യൂ പകുതി വരെ ചെക്ക് ചെയ്താൽ മതി. പകുതിക്ക് അപ്പുറം നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം പകുതി എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ലെഫ്റ്റ് ഹാഫ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കാണും, റൈറ്റ് ഹാഫും ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കാണും. അപ്പോൾ പകുതി സ്ട്രിങ്ങിൻ്റെ പകുതി ലെങ്ത് വരുന്നത് വരെ നമ്മൾ ഈ ചെക്കിംഗ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ജെയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു str ലെങ്ത് by 2 വരെ നമ്മൾ ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ actual concept. Now let us try to write the C code for this particular algorithm, and let us see how this algorithm actually implemented in C program. So let us try to run this algorithm in the GDB compiler. So what is the first step of the algorithm? Enter a string എന്നുള്ള ഇതാണ് കൊടുക്കുന്നത്. So I am just giving you printf. I think the compiler is again. So we have to select the language. So the language selected is it's disabled, I think. Okay, right. So it's coming. So let us write printf. So enter a string എന്ന് പറഞ്ഞൊരു മെസ്സേജ് പ്രിന്റ് ചെയ്യുന്നു. So I'm just putting /n and within that I'm writing enter a string. So that is the second step of the algorithm. Third step is ch is equal to read a character through keyboard. So first of all you have to declare ch. Ch is a character variable. So character ch. So I'm writing ch is equal to get char, that is a function. Get char is a string function. So you should include the header file #include string.h. I'm just including string.h. Then step 4 of the algorithm, I is equal to 0. I എന്ന് പറഞ്ഞൊരു integer variable ആണ്. So I'm just declaring int I. So I is set to a value 0, I is equal to 0, I am setting. That is step 4 of the algorithm. Repeat step 6 through 8 while ch not equal to new line character. So what I am going to write, while ch not equal to single quotes /n. വരുന്നവരെ you are doing this reading process.
then str of I is equal to ch. So str എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്യണം. സോ ലെറ്റ് us write str of 25 ഡിക്ലെയർ ചെയ്തു. So str of I is equal to ch. So you can read the single character and store it in the character array. So step 7 of the algorithm is set I is equal to I plus 1. So increment I is equal to I plus 1. So that part is also right. Again, the next step 8 is ch is equal to read a character through keyboard. Read the next character through keyboard. Ch is equal to get char function. I am just writing this function through keyboard. And again end of repeat. So again go up and check whether ch not equal to slash n. Again is not equal to slash n and adutha character adutha store ചെയ്യും, and this process repeats. So ഈ ലൂപ്പിന് വെളിയിൽ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും I will be 1 greater than the last element that is stored, in index position 1 more than the last index of the last element that is stored. So str of I is equal to, we will put a /0 to make this character array as a string. So that is the step 10 of this algorithm. ഇനി അടുത്തത് str length is equal to I. അത് കൊടുക്കുന്നതിന് പകരം you have to declare str length. So str length declare ചെയ്തു. So I'm just coming down, str length is equal to I എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എടുത്തു. j is equal to str length minus 1. So j എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല, that have to be declared, comma j. So let us put it as j is equal to str length minus 1. Okay, that is j. Set I is equal to 0, I is again set to 0, I is equal to 0, again reset to 0. That is step number 13. Is palindrome is a new variable that is set to 1. Is palindrome എന്ന് പറഞ്ഞ variable I have to declare is palindrome. So is palindrome എന്ന് പറഞ്ഞ variable I am declaring. So I am setting is palindrome equal to 1. I am setting this. Again step 15, repeat step 16 through 21 while j is greater than or equal to str length by 2. So I am just putting the statement while j greater than or equal to str length by 2. That is the condition, terminating condition of the while loop. So within the while loop, what I am going to do is I am trying the step 16 if str of I not equal to str of j. So if str of I not equal to str of j same അല്ല എന്നുണ്ടെങ്കിൽ it is not a palindrome. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, is palindrome is equal to 0. Is palindrome equal to 0. That is the method. Again go to step 23. നമുക്ക് രണ്ട് രീതി എഴുതാം. You can put a break statement. break എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ കൺട്രോൾ ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് ദ ലൂപ്പ്. അതായത് ഇപ്പോൾ ഈ വൈൽ ലൂപ്പിൻ്റെ ഉള്ളിലാണ് ബ്രേക്ക് വെച്ചിരിക്കുന്നത്. സോ ഈ വൈൽ ലൂപ്പ് അതിനകത്തൊരു ഇഫ് ഉണ്ട്, ഇഫിനകത്താണ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നത്. ഈ ബ്രേക്ക് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, കൺട്രോൾ വിൽ ബി ട്രാൻസ്ഫേർഡ് ഔട്ട്സൈഡ് ദി ബോഡി ഓഫ് ദ വൈൽ ലൂപ്പ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ സ്ട്രക്ചർഡ് പ്രോഗ്രാമിംഗ് പഠിച്ചു. അപ്പോൾ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ യു ക്യാൻ ഡയറക്ട്ലി പുട്ട് എ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഹിയർ ഇൻ സി, ഓർ യു ക്യാൻ പുട്ട് ആൻ ആൻഡ് this condition is palindrome is equal to 1 എന്നുള്ള condition and is palindrome എന്നുള്ള condition കൊടുക്കാം. So for the time being, for simplicity, I put break statement instead of go to have to be avoided for structured programming. So it comes to step number 20 automatically. So step number 20 ൽ നമ്മൾ എന്താ എഴുതുന്നത്, I is equal to I plus 1, j is equal to, so that not come to step number 20, it comes outside the body of step number 23. So step number
20ൽ എന്താണ് പറയുന്നത്? സെയിം അല്ല എന്നുണ്ടെങ്കിൽ I is equal to I plus 1, J is equal to J minus 1. So I is equal to I plus 1, then follows J is equal to J minus 1. This is the thing that have to be included in the while loop. And if this condition is true, break statement എവിടെ വരും? Line number 39 വരും of this particular code. അതിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്? If is palindrome is equal to 1 ആണെങ്കിൽ then print the given string is palindrome, else the given string is not palindrome. So I'm just giving you that particular if is palindrome is equal to 1 ആണെങ്കിൽ എന്താണ്? Just printf I'm just putting /n/n, within that the given string is palindrome. Okay, I'm putting a semicolon here. Else I'm writing printf /n/n, the given string, so G have to be again capitalized. The given string is not palindrome. Okay, so let's put a semicolon here. So this is the program. So let us try to run this program first, and just try to run this program. So it's running. Enter a string. Let us put it as MALAYALAM. M should be first M and the last M should be capital letter. So it's case sensitive, so you have to write it in the same case. So the given string is palindrome. So Malayalam is a palindrome. So I'm just checking for another case, for a not palindrome case. Let us see how it works or not. Sometimes the GDB compiler will take some time because it is working online. So let us put it as another string. I'm just put it as hello. Hello is not a palindrome, so it has to be print. The given string is not a palindrome, so it's working fine. So let us put another value of the string. Say let us put it as madam. So that is a palindrome. The given string is palindrome. So it is working fine. Let us try another A4Bs and A. That should be a palindrome. The given string is palindrome. So this is the program, and this program is working fine. And the logic of the program I have already been explained while explaining the algorithm. So please go through it and try this algorithm. So I'm concluding this session. I hope all of you have understood the working of checking for a palindrome. So thank you all of you for patiently watching this session.